Turn with me in your Bibles to Mark chapter 16. Mark chapter 16. I want to read from verse 1 down to verse 8. And when the Sabbath was past, Mary Magdalene and Mary the mother of James and Salome brought spices so that they might go and anoint him. And very early the first day of the week, when the sun had risen, they went to the tomb. And they were saying to one another, "Who will roll away the stone for us from the entrance of the tomb?" And looking up, they saw the stone had been rolled back. It was very large. And entering the tomb, they saw a young man sitting at the right side, dressed in a white robe, and they were alarmed. And he said to them, "Do not be afraid. You seek Jesus of Nazareth, who was crucified. He has risen. He is not here. See the place where they laid him. But go, tell his disciples and Peter that he is going before you to Galilee. There you will see him, just as he told you." And they went out and fled from the tomb, for trembling and astonishment had seized them, and they said nothing to anyone, for they were afraid. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അധികാരത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആരെ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളനിലയിൽ ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, "ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലമിതാ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവീൻ" എന്ന് പറഞ്ഞു. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. Look at verse 7 one more time. ആ ഏഴാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. But go tell his disciples and Peter that he is going before you to Galilee. There you will see him, just as he told you. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവീരെന്ന് പറഞ്ഞു. Go tell the disciples and Peter. ആ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. Go tell the disciples and Peter. ആ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. Why is it that Jesus separates Peter from the rest of the disciples? എന്തുകൊണ്ട് കർത്താവ് പത്രോസിനെ മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയ കാര്യം പറയാൻ ഇടയായിട്ടുണ്ട്? Why is it that when Jesus says the disciples, he doesn't lump Peter in with the rest of them? എന്തുകൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ പത്രോസിനെ എണ്ണുവാനായിട്ട് കർത്താവിന് കഴിഞ്ഞില്ല? We know the events in the life of Peter that have led to this day. പത്രോസിന്റെ ജീവിതത്തിൽ കടന്നു വന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. In the 22nd chapter of Luke, Jesus reveals to us a conversation that happens in the heavens. ലൂക്കോസിന്റെ സുവിശേഷം 22ാം അധ്യായത്തിൽ പത്രോസുമായിട്ടുള്ള ഒരു സംഭാഷണം നമുക്ക് കർത്താവ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. A conversation that happens between Satan and God. A conversation that happens between Satan and God. ദൈവവും പിശാചുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And we see how Jesus responds and gives Peter a warning and a word of hope. എങ്ങനെയാണ് കർത്താവ് പത്രോസിന് വാണിംഗും അവനെ പ്രത്യാശ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. In Luke 22 it says this, "Simon, Simon, behold, Satan demanded to have you, that he might sift you like wheat." ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നാം വായിക്കുന്ന പ്രകാരമാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്, "ശിമോനെ, ശിമോനെ, പിശാച് നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനായി എന്നോട് അനുവാദം ചോദിച്ചു." Peter, I have prayed for you. എന്നാൽ കർത്താവ് പറയുന്ന, "പത്രോസേ, ഞാൻ നിനക്ക് വേണ്ടി, ശിമോനെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. I pray that your faith will not fail. നിന്റെ വിശ്വാസം നഷ്ടമായി പോകരുത് എന്ന് വേണ്ടി അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാനിടയായി." And when you turn again, Peter, go and strengthen your brothers. അതുകൊണ്ട് നീ മടങ്ങി വരുമ്പോൾ നീ കടന്നുപോയി നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞത്. It's a very similar conversation to what happens in the book of Job. യോബിന്റെ പുസ്തകത്തിലും അപ്രകാരമുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Where Satan comes and asks God to allow him to destroy Job's life and afflict his body, and then if he does, Job will turn away from God. പിശാച് കടന്നു വന്ന് ദൈവത്തോട് ചോദിക്കാണ്, യോബിന്റെ ജീവിതത്തിൽ കടന്നുപോയി അവനെ ഉപദ്രവിപ്പാനായി എനിക്ക് അനുവാദം തരണമെന്ന്. And then Satan now comes and asks for Peter. അതുപോലെ തന്നെ പിശാച് കടന്നു വന്ന് പത്രോസിനോടും അപ്രകാരം ചെയ്യുവാനായിട്ട് അനുവാദം ചോദിക്കുകയാണ്. There's a
very important truth that we learn in this text that will help us understand our own temptations better. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളെ നമുക്ക് ശരിയായി മനസ്സിലാക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യമാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. See, whenever we're tempted, Satan wants something from us. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ പിശാച് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. But at the same time, so does God. എന്നാൽ ദൈവവും നമ്മെ ഓർക്കുന്നവരാണ്. Satan wants to destroy us. പിശാച് ആഗ്രഹിക്കുന്ന നമ്മെ ഇല്ലായ്മയാക്കുവാനാണ്. But God wants to deliver us. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മെ വിടുവിക്കണമെന്നുള്ളതാണ്. Satan wants to tear us apart. നമ്മെ മുറിച്ചു കളയുവാനാണ് പിശാച് But ആഗ്രഹിക്കുന്നത്. God, in the midst of temptation, wants to make us stronger. നമ്മുടെ പരീക്ഷകൾ നമ്മെ ശക്തരാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. I find it extremely comforting and encouraging that twice in the scriptures we see Satan coming to God, asking God for permission to touch any of God's children. രണ്ട് പ്രാവശ്യം ദൈവത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവമക്കളെ കടന്നുവന്ന് ആക്രമിപ്പാനായി ദൈവത്തോട് പിശാച് അനുവാദം ചോദിച്ചതായ കാര്യങ്ങൾ. 2 times he comes and says, God, give me permission to touch them. രണ്ട് സമയത്തും പിശാച് കടന്നുവന്ന് കർത്താവിനോട് ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ് അവരെ തൊടുവാനായിട്ട്. Sometimes we get so fearful of the devil. നാം പലപ്പോഴും പിശാചിനെ ഭയപ്പെടുന്നവരാണ്. And we give the devil too much credit and too much attention. പിശാചിന് വളരെയധികം നാം സ്ഥാനം കൊടുക്കാൻ പലപ്പോഴും ഒരുപെടാറുണ്ട്. And many times in our messages and in our conversations, we almost make the devil almost like a mini God. പലപ്പോഴും നമ്മുടെ സംസാരങ്ങളില് നമ്മുടെ ദൂതുകളിലൊക്കെ നാം പിശാചിനെ കൊടുക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ദൈവമായി നാം പിശാചിനെ കണ്ടെത്താറുണ്ട്. That there is this warfare going on between Satan and God, and some days Satan wins and some days God wins. ദൈവവും പിശാചുമായി പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ചില ദിവസം പിശാച് ജയിക്കും, ചില ദിവസം ദൈവം ജയിക്കുമെന്നാണ് കരുതുന്നത്. But that's not what the Bible teaches, is it? എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനെയല്ല പറയുന്നത്. Satan is not equal to God. ദൈവമായിട്ട് ഒരിക്കലും ഈക്വലല്ല പിശാച്. And he can't overcome God. ദൈവത്തെ മറികടപ്പാനായിട്ട് പിശാചിന് കഴിയത്തില്ല. There is no way Satan can defeat the purposes and plans of God. ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പിശാചിന് തകിടം മറിപ്പാൻ കഴിയത്തില്ല. While he is evil, he can only do whatever God allows him to do. അവന് ദുഷ്ടനായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്, സത്യമാണ്. എന്നാൽ ദൈവം അവനോട് അവന് അധികാരം കൊടുക്കാത്ത ഒരു കാര്യം ചെയ്യുവാനായിട്ട് കഴിയും. I love how Martin Luther calls Satan God's little devil. മാർട്ടിൻ ലൂഥർ പറഞ്ഞത് ദൈവത്തിന്റെ ചെറിയ പിശാച് എന്നാണ് പറഞ്ഞത്. Satan can't go behind God's back. ദൈവത്തിന്റെ പുറകെ ദൈവത്തിനെതിരായി പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. He can't surprise God. ദൈവത്തിനെ സർപ്രൈസ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. He can't defeat God. ദൈവത്തെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. He's not equal to God. ദൈവവുമായിട്ട് അവന് ഈക്വൽ അല്ല. If he could, then he didn't need permission from God to touch Peter's life or Job's life. ദൈവത്തോട് തന്നെ സമാനനായിരുന്നുവെങ്കിൽ ദൈവസഭയിൽ കടന്നു വന്ന പെർമിഷന് വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. See, while that's amazing to me, even more amazing is how Christ responds when Satan comes. പിശാച് കടന്നു വരുമ്പോൾ ദൈവം എങ്ങനെയാണ് അവനോട് പ്രതികരിക്കുന്നതെന്നുള്ള കാര്യമാണ് എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്നത്. Christ says, Peter, I prayed for you. ശിമോനെ, ഞാൻ നിനക്ക് വേണ്ടി I prayed that your faith will not fail. നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. I prayed, Peter, for you. പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. I am praying for you, Peter, that you don't fail. നീ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. What amazing truth there is in that scripture. First of all, it tells us that Christ knows everything that was going to happen before Peter knew it was going to happen. He knew about Peter denying Jesus. He knew Peter would curse. He knew Peter would lie. And he knew the bitter tears that Peter would shed. And he knew that Peter would come to a point of repentance. Jesus saw all of it. He saw the boasting. He saw the pride. He saw the denials. He saw his heart being broken. He saw his repentance. And he saw his desire to love and serve God. He saw all of it before any of it happened. He knew it before Peter knew it would happen. Aren't you glad that God just doesn't know about today, but he also knows about our tomorrow?
our failures, നമ്മുടെ പരാജയങ്ങളെ അറിയുന്നവരാണ് നമ്മുടെ ദൈവം അറിയുന്നത്. past, present, and future. ഭൂതകാലവും ഇപ്പോഴും വരുവാനും അറിയുന്നവരാണ് നമ്മുടെ ദൈവം. Knowing all of them, He would still love us and call us His children. അതെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മധ്യത്തിലും തന്റെ മക്കളെന്നുള്ളതിൽ നമ്മെ വിളിക്കുന്നവരാണ്. Aren't you glad that God, knowing that we would never get this right, നാം ഈ കാര്യങ്ങൾ ശരിയായി കൊണ്ടുപോകില്ലെന്നും അറിയാവുന്നവരല്ലേ നമ്മുടെ ദൈവം. constantly failing, നാം പലപ്പോഴും പരാജയപ്പെടുന്നവർ, constantly in need of repentance and forgiveness, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ കടന്നുവന്ന് മനസ്താപപ്പെടേണ്ട ആവശ്യമുള്ളവരാണ്. He would still send His Son to die for us. അങ്ങനെയായിരിക്കും നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവം. Christ knows everything about us, ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് മുഴുവനായ and yet He still loves us. എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. What an amazing God we serve. എത്ര ശ്രേഷ്ഠകരനായ എത്ര ശ്രേഷ്ഠനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Secondly, I love how Christ responds. രണ്ടാമതായിട്ടുള്ള കർത്താവിന്റെ റെസ്പോൺസ് എന്താണ്? What does He do? അവൻ എന്താണ് ചെയ്യുന്നത്? He doesn't tell Peter, don't mess up. പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ല നീ മെസ്സപ്പ് ചെയ്യരുതെന്ന്. But He says, Peter, I'm going to pray for you. പത്രോസിനോട് അവൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. There's a passage in Hebrews 7 that says that Christ is now in heaven praying for us. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നാം ഒരു വചനം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം And it ചെയ്യും. is because of His prayers that we are saved. അവന്റെ പക്ഷവാദം മുഖാന്തരമാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. In the deepest sense, നമ്മുടെ ആഴമേറിയ അനുഭവങ്ങളിൽ our salvation depends on the moment-by-moment prayers of Christ on our behalf. നമുക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ പക്ഷവാദത്തിന് മുമ്പിലാണ് നമ്മുടെ രക്ഷ കാണുന്നത്. And it's not just general prayers that He's praying. നമ്മുടെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സാധാരണ പ്രാർത്ഥനയല്ല. Growing up, my parents taught us to pray for all of our cousins. ഞാൻ വളർന്നു വന്നപ്പോൾ എന്റെ മാതാപിതാക്കന്മാര് എന്റെ കസിൻസിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനായി And പറഞ്ഞിട്ടുണ്ട്. they would make us pray for every single one by name. അവരോട് എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. So we would list all of my mom's brothers and their families and their children's names and pray for every one of them. അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാ ആംഗളമാരുടെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ പേര് എഴുതി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. And then we would go to our dad's side. അതിനുശേഷമായി പിതാവിന്റെ കുടുംബത്തിലുള്ളവരുടെ പേര്. Eventually everyone started getting married and the families got too big. അതിനുശേഷമായി എല്ലാവരും കല്യാണം കഴിച്ച് കുടുംബങ്ങളൊക്കെ വലുതാകാനായി. So we figured out how to have a shortcut. അതിനുശേഷമായി ഒരു ഷോർട്ട് കട്ട് എടുക്കുവാനായി. I quickly said, God bless all our family in New York, bless all our family in Philly, bless all our family in India, bless all our family everywhere else. അതിനുശേഷമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന പ്രകാരമായി കർത്താവേ ന്യൂയോർക്കിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബങ്ങളെയും ലാർസിലുള്ള കുടുംബങ്ങളെയും ഇന്ത്യയിലുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. And a 10-minute prayer went quickly to a 2-minute prayer. 10 മിനിറ്റ് നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ചുരുക്കി 2 മിനിറ്റ് പ്രാർത്ഥനയായി. Unfortunately, our mom never picked that up. എന്നാൽ എന്റെ അമ്മയെ ആ വിഷയത്തിലല്ല അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. See, that's not how God prays. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. That's not how Jesus prays. കർത്താവ് അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. Hebrews teaches that Jesus prays individually for each of His children. അവിടെ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ ഓരോ മക്കൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. It's not God bless the church in Philadelphia. കർത്താവെ ദൈവസഭയെ അനുഗ്രഹിക്കണമെന്നുള്ളതല്ല. But it's individual prayer. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. Lord, help Sam make the right decision. കർത്താവെ സാമിനെ അനുഗ്രഹിക്കണമേ ശരിയായ തീരുമാനമെടുക്കുവാൻ. Help him not to fall into temptation. അവനെ പരീക്ഷയിൽ കുടുങ്ങി പോകാതിരിക്കാൻ നോക്കുന്ന ദൈവമേ നീ സഹായിക്കണം. Help him to have courage to be bold for me. നിനക്ക് എനിക്ക് വേണ്ടി ശക്തനായ നിൽക്കുവാനുള്ള കൃപ നീ കൊടുക്കണമേ. Help him to live a life of godliness. കർത്താവെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ നീ കൊടുക്കണമേ. What an amazing thought. എങ്ങനെ എത്ര അത്ഭുതവാനായ ദൈവമാണ്. That Almighty God, His Son, is praying for us by name. സർവശക്തനായ ദൈവത്തിന്റെ മകൻ എനിക്ക് നിനക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നത്. That He is interceding on my behalf. എനിക്കും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം. That He brings my name before the throne room of God. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ എന്റെ പേര് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവൻ. It is His prayers, because of His prayers that I am saved. ഞാനിപ്പോൾ ആയിരിക്കുന്നത് അവന്റെ പക്ഷപാതം മുഖാന്തരമാണ്. He's praying for me. അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Third, Christ does not pray that Peter be removed from temptation. കർത്താവ് മൂന്നാമതായി ചെയ്ത കാര്യം പത്രോസിനെ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള പ്രാർത്ഥനയെന്ന് പ്രാർത്ഥിച്ചത്. See, many of us would prefer that God would keep us from being tempted, keep us from falling into sin, keep us from failing. പരാജയത്തിൽ പോകാതിരിക്കുവാനും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനും ഒക്കെയാണ് നാം ആഗ്രഹിക്കുന്നത്. But Christ doesn't pray like that. എന്നാൽ കർത്താവ് അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. What does He pray? അവൻ എന്താണ് പ്രാർത്ഥിച്ചത്? That in the midst of Peter's shame and failure, in the midst of his most embarrassing moment, that he would not lose his faith in God. പത്രോസിന്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ കർത്താവ് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ അവരെ
രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. See, I know we believe in holiness. നാം വിശുദ്ധിയിൽ അതിൽ വിശ്വസിക്കുന്നവരാണ്. And God demands holiness. ദൈവം വിശുദ്ധി നമ്മോട് ഡിമാൻഡ് ചെയ്യുന്നവരാണ്. But I honestly believe that God is not sitting up in heaven counting the number of times we fail. നാം സ്വർഗത്തിൽ നിന്നുകൊണ്ട് എത്ര സമയം എത്ര പ്രാവശ്യം നാം തെറ്റിപ്പോയി എന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ദൈവം. But He is praying that in the midst of our failures and disappointments, that we would increase our faith and dependence on Him. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ മധ്യത്തിലും അവനുള്ള വിശ്വാസം വർദ്ധിച്ചു വരുവാൻ കാത്തിരിക്കുന്നവരാണ് നമ്മുടെ ദൈവം. To realize that without His power, without His help, without His Spirit, we will never change on our own. അവന്റെ സഹായമില്ലാതെ ആത്മാവിന്റെ ബലമില്ലാതെ നമുക്ക് സ്വന്തമായി നമുക്ക് രൂപാന്തരം വരുത്തുവാനായിട്ട് വ്യത്യാസം വരുത്തുവാനായിട്ട് കഴിയത്തില്ല. God is so much bigger than just a scorekeeper to see how many good days we have and how many bad days we have. നമുക്ക് എത്ര നല്ല ദിവസമുണ്ടെന്നും എത്ര പ്രയാസമുള്ള ദിവസമുണ്ടെന്നും ചിന്ത അത് കൗണ്ട് ചെയ്യുന്നവരല്ല നമ്മുടെ ദൈവം. He wants our total and complete dependence on Him. നമ്മുടെ പൂർണ്ണമായ അവനോട് പറ്റിയിരിക്കുന്ന അനുഭവം ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ദൈവം. The amazing thing is that the more dependent we become on Him, the less we fail. നമ്മ എത്രമാത്രം കർത്താവിനോട് പറ്റിയിരിക്കാൻ കഴിയുമോ അത്രത്തോളം പരാജയങ്ങളുടെ ചെറിയ പട്ടിക മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. The more we say, God, I need your help, the more we become stronger in our faith. നാം ദൈവത്തിൽ കടന്നു കർത്താവേ നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ സഹായം എനിക്ക് വേണമെന്ന് എത്രത്തോളം പ്രാർത്ഥിക്കുമോ അത്രത്തോളം നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാൻ കഴിയും. Not by our own strength or ability, but by His grace and His power. നമ്മുടെ സ്വന്തമായ കഴിവുകൾ കൊണ്ടല്ല അവന്റെ കൃപ കൊണ്ട് മാത്രമേ പ്രകാരം കഴിയൂ. We know what happens to Peter. പത്രോസിന് എന്താണ് സംഭവിക്കുന്നത്? Peter responds to Jesus' statement right there and declares that even if everyone else denies you, I will never deny you. പത്രോസ് കർത്താവിന്റെ മുമ്പിൽ കടന്നു വന്ന് പറഞ്ഞു, കർത്താവേ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. And Jesus tells him that before the rooster crows 3 times, Peter would deny Christ, not once but 3 times. കർത്താവ് അവനോട് പറഞ്ഞു, പത്രോസേ കോഴി കൂവും മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിക്കളയുമെന്ന് പറയുന്നു. And when Jesus was arrested in the garden, Peter follows the soldiers back. കർത്താവ് അവിടെ തോട്ടത്തിലായിരുന്നപ്പോൾ അവിടെ പടയാളികളെ പത്രോസ് പിന്തുടർന്നതായിട്ട് വായിക്കുന്നു. And a servant girl sees Peter and says, "You're one of the followers of Jesus." ഒരു ബാല്യക്കാരത്തി അവനോട് പറഞ്ഞു, നീ അവനോട് കൂടെ ഉള്ളവനായിരുന്നു എന്ന് പറയാനിടയായി. Peter immediately denies it. അപ്പോൾ അവനെ തള്ളിപ്പറവാൻ നോക്കാനിടയായി. He questions the second time and he denies it. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. He questions the third time and he denies it. മൂന്നാമത്തെ പ്രാവശ്യം അവൻ തള്ളിപ്പറവാനിടയായി. And the rooster crows. അങ്ങനെ കോഴി കൂവാനിടയായി. What a completely different story from the person who just hours earlier said that even if everyone else denies him, he would never deny it. ചില മണിക്കൂറുകൾക്ക് മുമ്പേ എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസിന്റെ അനുഭവങ്ങളൊന്നും ചിന്തിച്ചാട്ട്. And when Peter denies Jesus the third time, the rooster crows, and Peter remembers the words of Jesus and he weeps. മൂന്നാമത്തെ പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ആ കോഴി കൂവിയ സമയത്ത് കർത്താവ് പറഞ്ഞ വാക്കുകളെ പത്രോസ് നോക്കുവാനിടയായി. He wept because he knew that in just a few moments in history, he had heard the one that he promised he would never hurt. അവനെ വളരെ കരയുവാനൊക്കെ നമ്മുടെയായിട്ടു ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവനെ തന്നെ തള്ളിപ്പറവാനൊക്കെ നമ്മുടെയായിട്ടു. His tears were tears of genuine repentance and sorrow. അവന് യഥാർത്ഥമായി കരയുവാൻ ദൈവസന്നിധിയിൽ മനസ്താപപ്പെടുവാനിടയായിട്ടു. See, I can identify with Peter. നമുക്ക് എങ്ങനെ പത്രോസുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയും? I think most of us can identify with Peter. നമുക്ക് എല്ലാവർക്കും തന്നെ പത്രോസുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയും. Most of us have a lot of negative things we can say about his life. പത്രോസിനെ പറ്റി നെഗറ്റീവായ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് കഴിയും. After all, he's the one who was constantly saying things before thinking. പലപ്പോഴും പത്രോസ് ചിന്തിക്കാതെ ഉത്തരം പറയുന്ന എടുത്തിയാൽ ഉത്തരം പറയുന്ന വ്യക്തിയാണ്. He's the one disciple that constantly kept making mistakes and constantly had to being reprimanded by Christ. കർത്താവിന്റെ അടുക്കൽ എപ്പോഴും അവനെ തെറ്റ് ചെയ്യുകയും കർത്താവിനെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയായി കാണുവാനായിട്ട് കഴിയുന്നു. But the one thing you can honestly say about Peter is that he genuinely loved his Savior. എന്നാൽ പത്രോസിനെ പറ്റി കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വാസ്തവമായി കർത്താവിനെ രക്ഷിതാവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. We mocked him for walking on water and sinking, but at least he had the faith to get out of the boat. കർത്താവ് വെള്ളത്തിന്മേൽ നടന്നപ്പോൾ അത് വിശ്വസിച്ചവരോടുകൂടി ഇറങ്ങി പുറപ്പെടുവാൻ ധൈര്യമുള്ളവനായി തീർന്നു. We ridicule him for taking the sword and swiping the serpent's ear, but at least all he was trying to do was protect the one he loved. ബാല്യക്കാരന്റെ ചെവി അടത്തുകളവാനായിട്ട്
ധൈര്യം കാണിച്ച് ആ പത്രോസിനെ നാം പലപ്പോഴും പരിഹസിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന പത്രോസിനെയാണ് നാം കാണുന്നത്. We're critical of him for denying Jesus, and many of us, if we were in the same place, probably would have done the same thing. കർത്താവിനെ തള്ളി പറയുന്ന അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നു. അതുപോലെയല്ലേ നാമും പലപ്പോഴും ആയിരിക്കുന്നത്. It wasn't out of hatred or rebellion. It wasn't out of hatred or rebellion that he denies Jesus. It was simply out of fear. That's why most of us can identify with Peter. Most of us don't go out and willfully sin and rebel against God. We don't wake up in the morning making plans to sin and rebel against God. How are we fall when we make mistakes? And it grieves us and it pains us when we do. Because we know it breaks the heart of God when we sin. We identify with Paul when he says, I know the good I'm supposed to do, but I end up doing the wrong that I'm not supposed to do. We know that struggle. And it gets to us when we fail in our lives. Even when we don't want to fail. How does Jesus respond? Go back to our original text, Mark 16. Jesus is now resurrected from the dead. The tomb is empty. Early resurrection Sunday morning, 3 women go to the tomb. And they wonder how they're going to get into the tomb. And when they get there, the tomb is empty. And the tomb is empty. They walk into the tomb and they realize that there's a man sitting on top of the tomb. And the angel tells them that the person that they're looking for, Jesus, is no longer dead, he's alive, and he's going before them to Galilee. And then the angel makes the statement that we're looking at, go tell the disciples and Peter that I will see them in Galilee. Why does Jesus separate Peter from the rest of the disciples? Is it because Peter, because of his sin, is no longer considered a disciple until he can be restored? Has Peter been removed from the place of leadership among the disciples and now have to earn his way back in? Does Jesus feel that he can't trust Peter anymore? Is that why Peter separated? Most commentators would say that Peter had fallen and now could not be identified with the rest of the disciples, but I don't think so. I don't think Jesus is singling out Peter because he's a failure. See, most of us believe that God loves everybody the same. We believe that everyone is equal in the eyes of God. And well, to an extent, I agree. I don't fully buy that anymore. I think there are times where God loves some people a little bit more than he loves others. There are some people that God loves just a little bit more than others. What do I mean? See, there are times when we are fallen and we are broken and we are truly repentant of our sins and hurt in our lives. That at that time God doesn't simply lump us with the rest of the people, but he individually calls us by our name.
ദൈവത്തിൽ നാം മനസ്താപപ്പെടുമ്പോൾ ഹല്ലേലൂയ നമ്മെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒന്നായി എണ്ണാതെ നമ്മെ സെപ്പറേറ്റ് ആയി കാണുന്ന ഒരു ദൈവമുള്ളവരാണ് ദൈവത്തെ. He doesn't simply say Peter is just one of them, but he says make sure you tell Peter. അവരുടെ കൂട്ടത്തിൽ ഒരാളായി പത്രോസിനെ കാണാതെ പ്രത്യേകമായി അവന്റെ പേരെടുത്ത് പറഞ്ഞ് അവരെ പ്രത്യേകമായി മാറ്റി നിർത്തുന്ന ഒരു അനുഭവമാണ്. Even if you don't tell anyone else, make sure Peter hears that I'm alive. നിങ്ങൾ മറ്റുള്ള ആരോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിലും പത്രോസിനോട് നിശ്ചയമായി പറയണം, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. Even if you can't find any of the other disciples, make sure you find Peter. Let him know I'm calling him. Let him know I'm looking for him. Let him know I want to see him because I have a work for him to still do. നിങ്ങൾ മറ്റുള്ള ആരോട് പറഞ്ഞില്ലെങ്കിലും ഈ സന്ദേശം അറിയിച്ചില്ലെങ്കിലും പത്രോസിനെ പോയി കണ്ടുപിടിച്ച് അവനോട് പറയണം, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം. Tell him I'm calling him by name. ഞാൻ അവനെ പേരിൽ വിളിച്ചിരിക്കുന്ന I've called him by his own name. അവന്റെ സ്വന്തം പേരിൽ ഞാൻ വിളിക്കുന്നു പറയണം. He's not just one of the disciples. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളല്ല അവൻ. But I want to see him. അവനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want him to know that I'm not done with him. ഞാൻ അവനുമായി എന്റെ കാര്യം തീർത്തില്ല എന്ന് അറിയണം. I want him to know that there's a plan for his life. അവന്റെ ജീവിതത്തിന് വേണ്ടി ഇതൊരു പദ്ധതിയുണ്ടെന്ന് അറിയണം. Even if everyone else thinks he's a failure, I want him to know that I'm not done with him. എല്ലാവരും ഒരു പരാജയമാണെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നു, അവൻ പരാജയമല്ല, അവനെ എനിക്ക് കാണണമെന്ന്. And he calls him by his name. അവന്റെ പേര് പറഞ്ഞവനെ He's വിളിക്കുന്നു. not just labeled a disciple. അവനെ ഒരു ശിഷ്യനായി മാത്രം He's ലേവലിക്കുക. not just one of the others. അവനുള്ളവരുടെ കൂട്ടത്തിലൊന്നല്ല, But he calls him by his name. അവന്റെ പേര് പറഞ്ഞു വിളിക്കുന്ന ദൈവം. This God loves some people more than others. ആ ദൈവം ചിലരെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവനാണ്. I would say yes. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. Because he loves working with people that are broken and contrite in spirit. അവന് ആ മനസ്താപങ്ങൾക്ക് വേണ്ടി ഹൃദയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. In a few moments, Peter thought that he lost everything with God. ആ ദൈവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടെന്ന് ആ പത്രോസ് ഒരു സമയത്ത് വിചാരിച്ചു. In reality, what he lost in his failure was his pride, his self-confidence, and his dependence on himself. അവന്റെ സ്വന്തമായ അവന്റെ കഴിവുകളും അവന്റെ പ്രൗഢും അതൊക്കെയാണ് അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാനിടയായിട്ടുള്ളത്. And what he gained was humility, new confidence in God, courage, a determination to serve Jesus, and a willingness to even die for the cross. അവന്റെ ജീവിതത്തിൽ നേടുവാൻ കഴിയുന്നത് താഴ്മയും കർത്താവിനുള്ള ധൈര്യവും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ആഗ്രഹമാണ് അവന്റെ ജീവിതത്തിൽ നേടുവാൻ നമ്മുടെ ആഗ്രഹം. The things that Peter lost, he didn't need. അവനെ പത്രോസിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും അവന് ആവശ്യമായിരുന്നതല്ല. The things that Peter needed, he gained. അവനെ ജീവിതത്തിൽ ആവശ്യമായിരുന്നതൊക്കെ അവനെ പ്രാപിച്ചെടുക്കാനിടയായി. The women come back and tell Peter. അവനെ പത്രോസിന്റെ ഇടയ്ക്ക് കടന്നുവെന്ന് പറയണം. What does he do? അവൻ എന്താണ് ചെയ്യുന്നത്? He quickly jumps out of his seat and hiding and runs to the tomb. അവനെ പെട്ടെന്ന് ആ കല്ലറയിലേക്ക് ഓടുവാനിടയായി. He called my name. അവന്റെ പേര് ചൊല്ലി വിളിച്ചു. He called my name. എന്റെ പേര് അവൻ ചൊല്ലി. He's not done with me yet. എന്നുമായിട്ടുള്ള കാര്യം ഇതുവരെ തീർത്തിട്ടില്ല. I'm not an outsider. ഞാൻ ഒരിക്കലും അന്യനല്ല. And he's called my name. എന്റെ പേര് ചൊല്ലി അവനോട് സംസാരിക്കും. This morning, the reason we're sitting here is because he's called our name. ഇന്ന് പകൽക്കാലം നമ്മുടെ ഇരിക്കുന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവൻ നമ്മെ ഓരോരുത്തരും പേര് ചൊല്ലി വിളിച്ചു. The reason we partake of this table is because he called our name. നാം കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചു. He didn't just lump us with the rest of the people, but he individually called നാം us. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളായി നമ്മെ ദൈവം കണ്ടില്ല, നമ്മെ പേര് ചൊല്ലി വിളിച്ചവരാണ് നമ്മുടെ ദൈവം. Aren't you glad that he knows our name? നമ്മുടെ പേര് നമ്മുടെ കർത്താവ് അറിയുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമില്ലേ? That he has called you by your name and saved you and given you a new hope and a new direction. നിന്റെ ജീവിതത്തിൽ നിന്നെ പേര് ചൊല്ലി വിളിച്ചതിനെ രക്ഷിച്ച് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ ധൈര്യം തന്നവനവനല്ലേ? Does God love some people more than others? ദൈവം ചിലരെ മറ്റുള്ളവരെക്കാൾ ഉപരി ആശ്രയിക്കുന്നുണ്ടോ? We are broken and contrite and we know that we can't trust ourselves. God loves to use us. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മനസ്താപത്തിന്റെ ഇടയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെയല്ലേ നാം കാണുന്നത്? Go tell Peter. പത്രോസിനോട് പോയി പറയുക, I'm not finished. ഞാൻ നീയുമായിട്ടുള്ള വിഷയത്തിലുള്ള എന്റെ കാര്യങ്ങൾ തീർന്നിട്ടില്ല. This morning, let me encourage you that if you feel discouraged, God is calling you by name. ഇന്ന് പകൽക്കാലം നിങ്ങൾ നിരാശയായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ്. If you feel worn out, God is calling you by name. നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ച ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവിനെ കടന്നു വന്നത്. He says he is not done with you yet. അതെ, കർത്താവ് പറയുന്നു നിന്നോടുള്ള പ്രവൃത്തി ഇതുവരെ തീർന്നിട്ടില്ല. May God bless you with these words. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.